നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ പ്രീവിയസ് ക്ലാസ് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ പ്രീവിയസ് ലിങ്കിൽ പോയി ദയവായി കാണാൻ ശ്രമിക്കുക. നമ്മളുടെ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. അവരോട് ക്ലാസ് കാണാൻ ശ്രമിക്കുക. വലിയ കാര്യങ്ങളൊന്നും നമ്മുടെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി സംവദിക്കാറില്ല. വളരെ ചെറിയ, വളരെ നിസ്സാരമായ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്, ചെറിയ ടിപ്പുകളാണ് ഞാൻ നമ്മളുടെ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിലെ സെഗ്മെൻറ്റുകളിലൂടെ നിങ്ങളുമായി ഞാൻ സംവദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ ഗ്രാമർ സംഗതികളോ അല്ലെങ്കിൽ വലിയ ടാസ്കുള്ള, നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വലിയ സംഗതികളോ അതൊന്നും നമുക്ക് നമ്മളുടെ ഈ ക്ലാസ്സിൽ കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ ചെറിയ, വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിനകത്ത് ഞാനൊരു വസ്തുത കണ്ടിരുന്നു. ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ അർത്ഥം മാത്രമാണല്ലോ പറഞ്ഞു പോകുന്നത്, ഉപയോഗക്രമം ചില സ്ഥലത്ത് ഞാൻ വ്യക്തമായി പറയുന്നില്ലല്ലോ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ. ചില സ്ഥലത്ത് ചില വാക്കുകളിൽ ഞാൻ അതിൻ്റെ അർത്ഥം മാത്രമാണ് ചിലയിടത്ത് ഞാൻ പ്രയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ പറയാറുള്ളത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ ക്ലാസ് എസ്പെഷ്യലി ഇംഗ്ലീഷ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഒരു പരിധിവരെ. അതായത് ആദ്യമായി ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത, ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് എന്താണ് എന്ന് പോലും അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിട്ട് ഒരു വാക്കിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ ഗ്രാമാറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരിക്കലും അവർക്കത് മനസ്സിലായി എന്ന് വരികയില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് വാട്ട്. ഞാൻ പറയുന്നത് എന്താണ്? വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്. വാട്ടിൻ്റെ അർത്ഥം എന്താണ്? എന്ത്. വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്. വാട്ട് കളർ ഈസ് ദിസ്, ഇത് ഏത് കളറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചില സെഗ്മെൻറ്റുകളിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എക്സാക്ട്ലി നമ്മൾ വാട്ട് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ, നമ്മൾക്കൊരു കാര്യം സംവദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മളൊരാളൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് അത് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ അത് കൈകാര്യം ചെയ്യാം എന്നുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാൻ നൽകുന്നത്. അതോടൊപ്പം തന്നെ സന്ദർഭവശാൽ ഞാനിപ്പോൾ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് വേണ്ട വലിയൊരു ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് കോൺഫിഡൻസ് ആണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആണ് എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളായിരിക്കാം നമ്മൾ. നന്നായിട്ട് നമുക്ക് ഇംഗ്ലീഷിൻ്റെ പ്രയോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം നമ്മളിലില്ല എങ്കിൽ, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നമുക്കില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഡൗൺ ആയി പോകും. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ വി ആർ നോട്ട് ഏബിൾ ടു എക്സ്പ്രസ് അവർ സെൽഫ്. നമുക്ക് നന്നായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ILTS എക്സാംസിന് നമ്മൾ നേഴ്സസൊക്കെ പുറത്തേക്ക് പോകാനുള്ള ധാരാളം ആളുകൾ ILTSനും ടൊഫാലിനുമൊക്കെ അവർ രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും കോൺഫിഡൻസ് കുറവ് വരാൻ പാടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പറയാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സംഗതികൾ, നമ്മുടെ ആക്സെൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേഴ്സസൊക്കെ ആണെങ്കിൽ ILTS ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ പല ലെസൺസും കേൾക്കുന്ന സമയത്ത് അവർ പറയുന്ന അക്സെൻറ്റ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് മിക്കവാറും നമുക്ക് ആദ്യം വളരെയേറെ പ്രയാസപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? അക്സെൻറ്റ് ക്ലിയറായി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഒരാളൊരു കാര്യം പറയുമ്പോഴത്തേനും അത് ഏത് അക്സെൻറ്റിൽ അയാൾ ഏത് ധ്വനിയിൽ പറയുന്നു എന്നുള്ള കാര്യം. അപ്പം അതിന് നമ്മൾ പുറത്തേക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായി കോൺഫിഡൻസ് സൂക്ഷിക്കുക. വളരെ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ശരിയായി തന്നെ പറയും, ഞാൻ പറയുന്നത് ശരി തന്നെയാണ് എന്ന ലെവലിൽ സംസാരിക്കുക.
2 പറയുന്ന കാര്യത്തിൻ്റെ ആക്സെൻറ്റ് നമ്മളുടെ പ്രൊനൗൺസിയേഷൻ ശരിയാക്കാൻ എപ്പോഴും ശ്രമിക്കുക. ആ പ്രൊനൗൺസിയേഷൻ ശരിയായാൽ മാത്രമേ നമുക്ക് പോയിൻ്റ് ലഭിക്കുകയുള്ളൂ. നമ്മളൊരിക്കലും തളർന്നു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ വെപ്രാളപ്പെടുകയോ ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ഫീൽ ഫ്രീ ആയിട്ട് സംസാരിക്കുക. ഒരിക്കലും നമ്മളെ ശ്രവിക്കുന്നയാൾക്ക് മനസ്സിലാക്കാൻ പാടില്ല നമ്മൾക്ക് ഇംഗ്ലീഷ് അത്രമാത്രം നമുക്ക് അറിയില്ല എന്നുള്ള കാര്യം. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയുകയുള്ളൂ എങ്കിൽ കൂടിയും നല്ല കോൺഫിഡൻസോടു കൂടി നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന മനോഭാവത്തോടു കൂടി സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമ്മൾ ആ ലെവലിൽ ആ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രസൻറ്റേഷൻ ഈസ് ദ ബിഗ് തിങ്. പ്രസൻറ്റേഷന് ഒരു വലിയ കാര്യമാണ്. നമ്മൾ എത്ര ചെറിയ കാര്യമായിക്കോട്ടെ, നമ്മളത് എങ്ങനെ ഹൗ യു ആർ ഗോയിങ് ടു പ്രസൻറ്റ് ഇറ്റ്, നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് വലിയ കാര്യമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ശ്രമിക്കുക. എസ്പെഷ്യലി വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർ, അല്ല അത്തരത്തിലുള്ള എക്സാംസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, ഓൺലൈൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ നമ്മളൊരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കോൺഫിഡൻസോടു കൂടി, ഉറച്ച മനസ്സോടുകൂടി, ഉറച്ച ശബ്ദത്തോടു കൂടി, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. അതേസമയം നമ്മൾ വെപ്രാളപ്പെട്ട് പേടിച്ച് അയ്യോ അതങ്ങനെ ആയിരിക്കുമോ പറയേണ്ടത്, ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകുമായിരിക്കുമോ, അത് തെറ്റ്, അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മൾ പറയുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ഓൾവേസ്. ദെൻ ഓൺലി ഇത് വാട്ട് എവർ ഇറ്റ്, എന്താ പറയുക, വിജയം നമ്മളിലേക്ക്, ദ സക്സസ് വിൽ ഓട്ടോമാറ്റിക്കലി കം ടു യു ഇഫ് യു ആർ എങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് വെരി വെൽ. നമ്മൾ ചെയ്യുന്നത് പ്രസൻറ്റേഷൻ നമ്മുടെ വളരെ വലുതാണെങ്കിൽ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഇന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ബട്ട് എന്നതിനെ കുറിച്ചാണ്. BUT ബട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബട്ട് നമ്മൾ ധാരാളം തവണ നമ്മൾ കേട്ടിട്ടുണ്ടോ, സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ബട്ടിൻ്റെ അർത്ഥം എന്താണ്? എന്നാൽ. ബട്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ. ബട്ടിൻ്റെ അർത്ഥം എന്നാൽ. BUT ബട്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ. എന്നാൽ എന്ന് പറയേണ്ട സന്ദർഭങ്ങൾ വരുമ്പോഴാണ് ബട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സംഭാഷണ മധ്യേ നമുക്ക് ധാരാളം പ്രാവശ്യം നമ്മൾ എന്നാൽ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഹി ഈസ് വെരി പുവർ ബട്ട് ഹോണസ്റ്റ്. അവൻ വളരെ പാവപ്പെട്ടവനാണ് എന്നാൽ വിശ്വസ്തനാണ്. ഹി ഈസ് വെരി പുവർ ബട്ട് ഹോണസ്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ നമുക്ക് മലയാളീകരിച്ച് പറഞ്ഞേ. ഹി ഈസ് വെരി പുവർ, അവൻ വളരെ പാവപ്പെട്ടവനാണ്, പക്ഷേ എന്നാൽ അവൻ ഓണസ്റ്റാണ്, സത്യസന്ധനാണ്. മനസ്സിലായല്ലോ ബട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത്? വേറെ കാര്യം, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം, ദിസ് ഈസ് വെരി ഗുഡ് ബട്ട് എക്സ്പെൻസീവ്. ഇത് വളരെ നന്നായിട്ടുണ്ട്. ദിസ് ഈസ് വെരി ഗുഡ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഓർണമെൻറ്റിൻ്റെ കാര്യം, ഒരു റിങ്ങിൻ്റെ കാര്യം, പ്ലാറ്റിനം റിങ്, ഫോർ എക്സാമ്പിൾ ദ പ്ലാറ്റിനം റിങ്. പ്ലാറ്റിനം ഈസ് റിങ് ഈസ് വെരി ഗുഡ് ബട്ട് ദിസ് ഈസ് എക്സ്പെൻസീവ്. ഈ പ്ലാറ്റിനം റിങ് വളരെ മനോഹരമാണ്, പക്ഷേ ഇത് എക്സ്പെൻസീവാണ്. മനസ്സിലായല്ലേ? നമ്മൾ എന്നാൽ വരുമ്പോഴത്തേനുമുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. പ്ലാറ്റിനം റിങ് ഈസ് വെരി ഗുഡ്, ഇത് ഈ റിങ് വളരെ നല്ലതാണ്, ബട്ട് എക്സ്പെൻസീവ്, എന്നാൽ ഇത് വളരെ വിലപിടിപ്പുള്ളതാണ്, വിലയേറിയതാണ്. ഐ ലവ് ഫിഷ്. എനിക്ക് മീൻ വളരെ ഇഷ്ടമാണ്, ബട്ട് ഐ നെവർ ഏറ്റ് സാർഡിൻ. പക്ഷെ ഞാൻ ഇന്ന് വരെ മത്തി കഴിച്ചിട്ടില്ല, എനിക്ക് മത്തി ഇഷ്ടമില്ല. എനിക്ക് മീൻ ഇഷ്ടമാണ് എന്നാൽ എനിക്ക് മത്തി ഇഷ്ടമില്ല. രാമു ഈസ് അല്ലെങ്കിൽ സാബു ഈസ് വെരി ബ്രില്യൻറ്റ് ബട്ട് ഹീ ഈസ് നോട്ടി. സാബു വളരെ ബുദ്ധിമാനാണ്, വളരെ ക്രിയേറ്റീവാണ്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമാനാണ്, ബട്ട് ഹീ ഈസ് നോട്ടി, എന്നാൽ അവൻ വളരെ കുസൃതിയാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ രമ ഈസ് വെരി ആക്റ്റീവ്, മീൻസ് വെരി ഇൻ്റലിജൻറ്റ്, ബട്ട് ഷീ ഈസ് നോട്ടി. രമ വളരെ ബുദ്ധിമതിയാണ്, ബട്ട് ഷീ ഈസ് നോട്ടി, എന്നാൽ അവൾ കുസൃതിക്കാരിയാണ്. ഈ ബട്ട് പറയുമ്പോൾ എല്ലാവരെയും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു സംഗതിയുണ്ട്. എന്താണെന്ന് പറയാമോ? യെസ്, അത് തന്നെ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നമ്മുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന സംഗതിയാണ്. നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നമ്മളിവിടെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒന്നും പറയുന്നില്ല, നമ്മൾ ബട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, വി വിൽ
ഡിസ്കസ് അബൌട്ട് ഓൺലി ബട്ട്. നമ്മൾ ബട്ടിനെ കുറിച്ച് മാത്രമാണ് ഇന്നിവിടെ പറയുന്നത്. എന്താ പറയുക, ദിസ് സ്പെക്സ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ബട്ട് എക്സ്പെൻസീവ്. ഈ സ്പെക്സ്, ഈ കണ്ണട വളരെ മനോഹരമാണ്. എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ വായിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കുന്ന കണ്ണടയാണ്. ഇത് വെക്കാത്തതിനകത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വെച്ച് നോർമലി ചിലപ്പോഴൊക്കെ വെക്കാറുള്ളൂ. ഞാൻ ആകസ്മികമായിട്ട് പറഞ്ഞതാണ്. എനിവേ, ദിസ് സ്പെക്സ് ഈസ് വെരി എക്സ്പെൻസീവ്, വെരി ബ്യൂട്ടിഫുൾ ബട്ട് എക്സ്പെൻസീവ്. ഇത് വളരെ മനോഹരമാണ് ബട്ട് എക്സ്പെൻസീവാണ്. കാഞ്ചീപുരം സാരിയുടെ കാര്യം എന്താ പറയുക, നമ്മൾ ഒരു കോമൺ വാക്ക് ഞാൻ പറയാം. കാഞ്ചീപുരം സാരി ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ ഓർ വെരി എക്സ്പെൻസീവ്. കാഞ്ചീപുരം സാരി വളരെ മനോഹരമാണ്, എക്സ്പെൻസീവാണ്. ബട്ട് യു ഷുഡ് കെയർ വെൽ. നീ നന്നായിട്ടത് സൂക്ഷിക്കണം. യു ഷുഡ് എന്നാൽ നീ അത് നന്നായിട്ട് സൂക്ഷിക്കണം. ഞാൻ 2-3 ചെറിയ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ദ കാർ ഈസ് വെരി നൈസ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദ കളർ. എൻ്റെ കാറിൻ്റെ കളർ വൈറ്റ് ആണ്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ പറഞ്ഞു, യുവർ കാർ ഈസ് വെരി നൈസ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദ കളർ. നിൻ്റെ കാറ് വളരെ നല്ല കാറാണ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദ കളർ. നിൻ്റെ കാറ് വളരെ നല്ലതാണ്, എന്നാൽ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല. നിൻ്റെ കാറിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സിമ്പിളാണ്. നമ്മൾ ബട്ട് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബട്ട് എന്നാൽ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ബട്ട് ഉപയോഗിക്കുന്നത്. ഓർത്ത് വെക്കുക. എന്നാൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, എൻ്റെ കാറിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരാൾ എന്നോട് പറയുകയാണ്, യുവർ കാർ ഈസ് വെരി നൈസ്, വെരി വെരി ഗുഡ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദ കളർ. ചിലപ്പോൾ എൻ്റെ കാറിൻ്റെ കളർ റെഡ് ആയിരിക്കാം, അവന് റെഡ് കളർ ഇഷ്ടമില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്നാൽ എന്ന് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, ഒരു സെൻറ്റൻസിനിടയ്ക്ക് എന്നാൽ എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരുമ്പോൾ, തിരികെ ചേർക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ബട്ട് ഉപയോഗിക്കണം. ഓർക്ക് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്, വളരെ ലളിതമല്ലേ. നമ്മൾ ബട്ട് ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? എന്നാൽ എന്നുള്ളതിനാണ്. എന്നാൽ എന്നുള്ളതാണ് ബട്ടിൻ്റെ അർത്ഥം. നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ മിഡായിട്ട് നമുക്ക് അതിഷ്ടമാണ്, എന്നാൽ അതിങ്ങനെയാണ്, അങ്ങനെ ഒരു ഫോം വരുമ്പോഴാണ് നമ്മൾ മോസ്റ്റ്ലി ബട്ട് ഉപയോഗിക്കുന്നത്. അതിന് ഗ്രാമാറ്റിക്കലി ഫോം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വരുന്ന പതുക്കെ പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ ഒരു വാക്ക് നമ്മൾ ബട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെവിടെയാണ് നമ്മളൊരു സെൻറ്റൻസ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. വളരെ നമ്മൾ ഒരു മീൻകറി വെച്ചു, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ വെച്ചു. ദ ഫിഷ് ഫ്രൈ വാസ് വെരി ടേസ്റ്റി ബട്ട് ഇറ്റ് വാസ് ടു സ്പൈസി. മീൻ വറുത്തത് വളരെ ടേസ്റ്റി ആയിരുന്നു, പക്ഷേ എങ്കിൽ അത് ഭയങ്കര മസാലയായിരുന്നു. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയുള്ള ആ സന്ദർഭങ്ങളിൽ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ബട്ട് എന്നുള്ളത് ചേർക്കുക. സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ചെറിയ വാക്കുകളാണ്, നമ്മളിങ്ങനെ ചെറിയ വാക്കുകളുടെ പ്രയോഗങ്ങളാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ക്രമാനുഗതമായി നമ്മൾ റെഗുലർലി കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സംഭാഷണ ശലഭങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും. നമ്മുടെ ഇംഗ്ലീഷ് അങ്ങനെ നമുക്ക് ബെറ്റർ ആക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നത്തെ സെഗ്മെൻറ്റ് ഈ ചെറിയ ബട്ടിൽ നമ്മളിവിടെ ഒതുക്കുകയാണ്. നമുക്ക് നാളെ മറ്റൊരു പുതിയ വാക്കും പുതിയൊരു സെഗ്മെൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.